ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, നമ്മള് ഇന്നടത്തൊക്കെ വന്നമ്മേ എന്തിനു പറഞ്ഞു കൊടുക്ക്. നിങ്ങളെ മോന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ. എന്റെ മോൻ തന്നെ. ചങ്ങായിമാരെ, എന്റെ ആന്റീന്റെ മോന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോന്നെ നമ്മള് പറശ്ശിനിക്കേട്ടാ. എല്ലാരും ഉണ്ട്, എല്ലാരും വന്നോണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് വേഗം പോയിട്ട് അവിടെ നിൽക്കാം. ട്രാവലറിലാണ് നമ്മള് പോകുന്നത്. അതുകൊണ്ട് വണ്ടി എടുത്തിട്ട് മുണ്ടേരി അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവക്കണം. നമുക്ക് ഇന്നേതായാലും പോയിട്ട് ചോറ് കൊടുക്കുന്ന, പറശ്ശിനിക്കുന്ന ചോറ് കൊടുക്കുന്ന അങ്ങനത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചകളിൽ കാണാം. നമുക്ക് പോവാം. അങ്ങനെ പറയാം, നമ്മൾ ഓവാതിൻ്റെ അടുക്ക് എത്തിയട്ടാ. നടന്നിട്ട് എല്ലാവരും സിരിച്ചാപ്പനും രമേശാപ്പനും ഇത്ര നിൽക്കുന്നുണ്ട്. സിരിജാൻജി, ഷൈനാൻറ്റി, ദിവ്യാൻറ്റി. എന്താ പറയാനല്ലേ? എന്താ പറയാനെന്താ ആർക്കെങ്കിലും? ശാലുട്ട എന്താ പറയാ? അമ്മ എന്താ പറയുന്നത്? ഞാനെന്ത് പറയാ മോനെ, അമ്മേനെ ആദരിച്ചിന് എല്ലാരും കൂടെ. അമ്മമ്മേ എന്നാ പറയാ നിങ്ങക്ക്? ഞാൻ പറയാ എന്റെ മോൻ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മള് പറശ്ശിനിക്ക് പോക്കാണ്. എന്തിന്? എന്റെ മോന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാം. അത് പോന്നതില് സന്തോഷമില്ലേ? സന്തോഷം. എല്ലാരും ഒപ്പരം പോന്ന് സന്തോഷത്തിൽ പോക്കാണ്. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ഞാൻ നമ്മളെ വണ്ടി എത്താം.
വീഡിയോ എത്തി നമ്മള് ചങ്ങായി പറയുന്നത് പറശ്ശിനിക്ക് നല്ല തിരക്കാട്ടാ. വണ്ടിയൊന്നും ഇങ്ങ് വെക്കാൻ പറ്റില്ല. അങ്ങ് വേറൊരു പാർക്കിങ് വെച്ച് നമ്മൾ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിലും വെക്കാൻ പറ്റിയില്ല. കേട്ടോ ചെന്നൈമാരെ ചോറ് കൊടുക്കണ്ടേ, നല്ല തിരക്കാണല്ലോ. മതി സ്പൂണില്ലായിട്ടാ സ്പൂണില്ലായിട്ടല്ലേ കരഞ്ഞത്. ചങ്ങായി പറയാൻ എടുക്കാൻ വന്നിട്ട് ചോറെല്ലാം കൊടുത്തു. ഞാൻ മുത്തപ്പൻ്റെ മടപ്പര കയറി തോതി വരുമ്പോഴത്തേക്കും ചോറിനും കൊടുത്തു കഴിഞ്ഞില്ല. ഞാൻ വെച്ച് എൻ്റെ ടൈം ഉണ്ട്, നല്ല തിരക്കുണ്ടെങ്കിൽ എല്ലാം പണി പാളിയുണ്ടാവും. എല്ലാം സെറ്റാക്കുന്ന തിരക്കിലാട്ടാ. ബിരിയാണി ഒരു ഭാഗത്ത് അപ്പൊ സെറ്റാക്കി എണീച്ച് പോയി. ആന്റി ഭയങ്കര തിരക്കാ. പാൽപ്പായസം നടക്കുന്നുണ്ട്. പാൽപ്പായസം ആവി വറക്കുന്ന പാൽപ്പായസം കേട്ടോ. ആന്റി എന്തുണ്ട് എന്നാ പറയാ ആന്റിക്ക്? മർശിനിക്ക് പോയിട്ടില്ല, മോന്റെ കുട്ടീന്റെ ചോറ് കൊടുക്കില്ല. ആ വേറെ ഒന്നുമില്ല അവരെ സന്തോഷം കൊണ്ടൊന്ന് പറയാൻ കിട്ടായിട്ടാ? സന്തോഷം കൊണ്ടൊന്ന് പറയാൻ കിട്ടായിട്ടാ? എക്സ്പീരിയൻസ് ഉണ്ടോ? വീട്ടിലിപ്പം കുറെ പരിപാടി ചെയ്യില്ലല്ലേ? മറ്റേ രമേശാപ്പൻ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ ചങ്ങായിമാരെ കണ്ട നമ്മളൊന്നും കൂട്ടാണ്ട് ഇവരെ വേഗം ചോറ് നിന്നാ. തേജല്ലോ, തേജു നീതു തമ്പുരു ഈ മാമനെ വിളിച്ചില്ല ചോറ് തിന്നുമ്പോ?
ഉരുട്ടി തിന്നുന്ന കുറച്ച് മസാല കറി വേണോ? ആ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. വർഷനിക്കൊന്ന് വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ, നല്ല തിരക്ക്. ഞാനാകെ മുത്തപ്പന്റെ മടപ്പരയില് കേറിയ സമയത്ത് എനിക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങി. ഞാനാകെ ഇത് അറിയില്ല. ഞാൻ വെച്ച് കുറച്ച് സമയമാണെന്ന് വെച്ചിട്ട് ഞാൻ പോയി കേറിയത്. അത് കിട്ടിയിട്ടേ ഇല്ല. പുറത്തുനിന്ന് കൊടുക്കുന്നതും മര്യാദക്ക് കിട്ടിയില്ല. എല്ലായിടത്തും തിരക്കന്നെ. വേറെ നമ്മ പറയാ വേറെ നല്ല തന്നെ എന്തൊന്നും പിന്നെ പറയേണ്ടത്. പോയി നല്ല സന്തോഷമായിട്ട് പോയിട്ട് വന്നു, അത്രയാണ്. അപ്പൊ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.